പക്ഷേ PV അൻവർ അടിയന്തരമായി ചെയ്യേണ്ടത് ഒരു നല്ല സൈക്കാട്രിസ്റ്റിനെ കാണാൻ വേണ്ടി. ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യം അതാണ്. ആഭ്യന്തരവും വനം വകുപ്പും രണ്ടും കൂടെ കൈകാര്യം ചെയ്യുന്നത് സ്വപ്നം കണ്ട് കിടന്നുറങ്ങിയിട്ട് മെയ് 4-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ ആഭ്യന്തരവും ഇല്ല, വനം വകുപ്പും ഇല്ല, പേപ്പറിലെ MLA സ്ഥാനവും ഇല്ല, നിയമസഭയ്ക്കകത്ത് തന്നെ കയറാൻ പറ്റത്തില്ല. CPM പണി വെച്ചിട്ട് പോയ ഒരുത്തനാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാലും കുത്തത്തില്ല. അതുകൊണ്ടാണ് PV അൻവർ തോറ്റുപോയത്. PV അൻവറിന് സഖാക്കളുടെ മൈൻഡ് റീഡിങ്ങിനകത്ത് PV അൻവർ പരാജയപ്പെട്ടു പോയി. പക്ഷെ ബേപ്പൂരിൻ്റെ പൾസ് മനസ്സിലാക്കുന്നതിലും കമ്മ്യൂണിസ്റ്റുകാരുടെ മാനസിക വ്യാപാരങ്ങൾ മനസ്സിലാക്കുന്നതിലും ഇവർക്കെല്ലാം പിഴവാ. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, ഈ പിണറായിസം മരിമോനിസം ഒക്കെ ആയിട്ട് കേരളത്തിൽ ഇങ്ങനെ മിന്നി നിന്ന ഒരു നേതാവാണ് ശ്രീ PV അൻവർ. പക്ഷേ ഈ PV അൻവറിൻ്റെ കഴിഞ്ഞ ദിവസം പറ്റാൻ പാടില്ലാത്തൊരു അപകടമൊക്കെ പറ്റി അദ്ദേഹം തിരുവനന്തപുരത്ത് വിശ്രമത്തിലാണ്. അദ്ദേഹത്തിന് പൊള്ളേറ്റു എന്നുള്ളത് മാത്രമല്ല, മൊത്തത്തിൽ ശരീരം പൊള്ളിയിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ഇരിക്കുന്നത്. ഇപ്പോൾ ശരീരവും മനസ്സും ഒക്കെ. PV അൻവർ ഒരു കൊടിവെച്ച കാറില്ലാതെ തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്തേക്കില്ല അല്ലെങ്കിൽ കോഴിക്കോട്ടേക്കില്ല എന്നുള്ളൊരു നിലപാടാണ്. എന്താണ് പറയാനുള്ളത്? മിന്നി നിന്ന ആൾ തന്നെയാണ് ഇപ്പോഴും മിന്നിക്കൊണ്ടിരിക്കുക. സംഭവം അതായത് വെച്ചാൽ പുള്ളിക്ക് ആകെ നക്ഷത്രം എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി ഇപ്പോഴും മിന്നിക്കൊണ്ടിരിക്കുക. PV അൻവർ എന്ന ഒരാളെക്കുറിച്ച് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് കുറ്റങ്ങളൊന്നും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലില്ല. കാരണം വളരെ മാന്യമായി എന്നോട് പെരുമാറുകയും വളരെ മാന്യമായി ബിഹേവ് ചെയ്യുകയും പിന്നെ ഇടയ്ക്കൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ പോലും ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ബാക്കിയുള്ളത് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നടത്തണം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാരോട്, ഡ്രൈവർ ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള ആൾക്കാരോട് പെരുമാറുന്ന രീതി കാരണം ഞാൻ കണ്ടതാണ്. ഞങ്ങളൊരു 4-5 മണിക്കൂർ 2-3 ദിവസമായിട്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും മത്സരിച്ച് വലിച്ചുകൊണ്ടിരിക്കുക. റൂമിൽ മുഴുവൻ പോകുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കാണാത്ത മാതിരി കോടവഞ്ഞ് ഇറങ്ങിയ പോലെയാണ്. അപ്പോൾ പുള്ളി ഒരെണ്ണം കത്തിക്കും, ഞാൻ ഒരെണ്ണം കത്തിക്കും, അപ്പം ഞാൻ ഒരെണ്ണം കത്തിക്കും, പുള്ളി ഒരെണ്ണം കത്തിക്കും, കട്ടഞ്ഞായ ഇങ്ങനെ വരുത്തുകയും ചെയ്യും. അപ്പോഴും പുള്ളിയുടെ ഈ ടീം മുഴുവനുണ്ടല്ലോ, ഞങ്ങൾ വളരെ സീരിയസ് ഡിസ്കഷൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ നടത്തുകയാണെന്നുണ്ടെങ്കിലും ഈ 2 പ്രാവശ്യം ഇരുന്നേ 4-5 മണിക്കൂർ നേരം ഈ പറയുന്ന ആൾക്കാർ മുഴുവൻ അതിൻ്റെ കൂട്ടത്തിലാണ്. അതിനകത്ത് വലുപ്പ ചെറുപ്പമൊന്നുമില്ല. അപ്പം ആ ഇതിലുള്ള ചില ക്വാളിറ്റികൾ PV അൻവറുണ്ട് എന്നുള്ളത് കാരണം പറയുമ്പം ഒതായിലെ വലിയൊരു നാട്ടുരാജാവായിരുന്നു എന്നാണെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ പിതാവ് അവിടുത്തെ വലിയ ജന്മിയായിരുന്നു, പിന്നെ ACC മെമ്പറായിരുന്നു, ഇന്ദിരാഗാന്ധിയൊക്കെ ചെന്നിട്ടുള്ള വീടാണ്, അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. പക്ഷേ PV അൻവർ അടിയന്തരമായി ചെയ്യേണ്ടത് ഒരു നല്ല സൈക്കാട്രിസ്റ്റിനെ കാണാൻ വേണ്ടി. ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യം അതാ. ഒരു വേറെ വട്ടനെ തിരിച്ചറിയാൻ പറ്റും. കാരണം ഞാൻ തന്നെ കാണുന്ന ഡോക്ടർമാരെ അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഡോക്ടർമാരിൽ ഏറ്റവും നല്ല ഡോക്ടറെ ഞാൻ സജസ്റ്റ് ചെയ്യാം. കാരണം അൻവർക്കെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ സൈക്കിക് ഡിസോർഡറിലേക്ക് പുള്ളി പോകുന്നു എന്നുള്ളത് പുള്ളി ഒരു വട്ടത്തിൽ പറഞ്ഞപ്പോഴോട് എനിക്ക് ഉറക്കമില്ല എന്നുള്ളത് പറഞ്ഞു. എനിക്ക് ഉറക്കമില്ലാത്ത പ്രശ്നമുണ്ട്, അതുകൊണ്ടാണല്ലോ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ ഞാൻ നടക്കാൻ പോകുന്നത്. ലോകത്താരെങ്കിലും 2 മണിക്ക് 3 മണിക്ക് നടക്കാൻ പോകും, എന്നിട്ട് വന്നിട്ട് ഉച്ചയ്ക്ക് എപ്പോഴേയും കിടന്നുറങ്ങുകയും ചെയ്യും. അപ്പോൾ ഈ രീതിയിലുള്ള ഡിസോർഡറിലേക്ക് പുള്ളി പോകുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെന്താ വെച്ചാൽ പുള്ളിയുടെ പൃഷ്ഠമാണ് പൊള്ളിയത്, ദേഹം ആകെ പൊള്ളിയിട്ടൊന്നുമില്ല. അത് പിന്നെ മനസ്സ് പൊള്ളിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്, മനസ്സ് പൊള്ളാതിരിക്കത്തില്ല, പൃഷ്ഠം പൊള്ളി. കാരണം ഹീറ്ററിൽ കൂടെ വരുന്ന വെള്ളവും സാധാരണ വെള്ളവും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പുള്ളി എത്തിപ്പോയി എന്നുള്ളതാണ് ബേപ്പൂരിലെ തോൽവിക്ക് ശേഷം. കാരണം പുള്ളി ആഭ്യന്തരവും വനം വകുപ്പും രണ്ടും കൂടെ കൈകാര്യം ചെയ്യുന്നത് സ്വപ്നം കണ്ട് കിടന്നുറങ്ങിയിട്ട് മെയ് 4-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ ആഭ്യന്തരവും ഇല്ല, വനം വകുപ്പും ഇല്ല, പേപ്പറിലെ MLA സ്ഥാനവും ഇല്ല, നിയമസഭയ്ക്കകത്ത് തന്നെ കയറാൻ പറ്റത്തില്ല, ഗാലറിയിൽ ടിക്കറ്റ് എടുത്ത് പാസ് എടുത്ത് കയറേണ്ട അവസ്ഥയെത്തി. ഇത് പുള്ളിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അവിടെ പുള്ളി തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ CPM സംബന്ധിച്ചിടത്തോളം CPM-കാരാണല്ലോ ഇപ്രാവശ്യം CPM തോപ്പിച്ചത്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. പയ്യന്നൂരാണെങ്കിലും തളിപ്പറമ്പിലാണെങ്കിലും പിന്നെ അമ്പലപ്പുഴയിലാണെങ്കിലും എവിടെയാണെങ്കിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലാകെ ധർമ്മടത്ത് പോലും പിണറായിയെ കൊണ്ടൊന്നും കൈയും കാലും കൂട്ടി കെട്ടിയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ജയിപ്പിച്ച് വിട്ടതുപോലും സത്യത്തിൽ CPM-കാരാണ് ചെയ്തത്. പേരാവൂരിലെ ശൈലജ ടീച്ചർ മുമ്പ് MLA ആയിരുന്ന ആളാണ്. ശൈലജ ടീച്ചർ പോയി നിന്നിട്ട് പോലും അത്രയും ക്രൗഡ് പുള്ളറായ ശൈലജ ടീച്ചർ പോയി നിന്നിട്ട് ശൈലജ ടീച്ചറോടുള്ള എതിർപ്പല്ല, പാർട്ടിയോടുള്ള എതിർപ്പിൻ്റെ ഭാഗമായിട്ടാണ് CPM-കാർ മറിച്ച് കുത്തുകയത്. CPM-മാർക്ക് കൈപ്പത്തി കണ്ടാൽ കുത്താൻ പറ്റാത്ത പ്രശ്നമൊന്നുമില്ല. കോൺഗ്രസ്സുകാർക്ക് പിന്നെ പണ്ടേ അരിവാൾ ചുറ്റി കണ്ടാലും താമര കണ്ടാലും ഒക്കെ അവർ കുത്തും, അവർ കൂടെ നിൽക്കുന്നവന്നിട്ട് പാര വെക്കും. അവർ കോൺഗ്രസ്സുകാർക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഡിക്ഷൻ ഉണ്ടായിരുന്നു, പാർട്ടി അഡിക്ഷൻ. അവരുടെ ചിഹ്നം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മറിച്ച് കുത്താൻ ഭയങ്കര പ്രശ്നമായിരുന്നു. അതൊരു തരം അഡിക്ഷൻ തന്നെയായിരുന്നു. ആ അഡിക്ഷനെ വിട്ടു പോകുന്നു എന്നുള്ളതാണ് ഇത്തവണ പാർട്ടി അതായത് അപ്പോഴും CPM സ്നേഹം തന്നെ, അവർക്ക് പാർട്ടി സ്നേഹമാണ്. ഇത്തവണ പാർട്ടി തോക്കണം, പാർട്ടി തോറ്റാലേ പാർട്ടി ശരിയാവുള്ളൂ, ഇല്ലെങ്കിൽ ഈ പാർട്ടി നശിച്ചു പോകും എന്നുള്ള ചിന്തയിലായിരുന്നു. ബേപ്പൂരും അത് നടക്കുമായിരുന്നു. ആദം മുൾസിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ അവിടെ കൊണ്ടുവന്നിട്ട് കോൺഗ്രസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ബേപ്പൂർ സീറ്റുകൾ അവർ പിടിച്ചെടുത്തേനെ. കോഴിക്കോട് ജില്ലയിൽ ഈ സ്ഥാനത്തിനെ ഇല്ലാതാക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ
ബേപ്പൂരിൽ അൻവർ വന്നു നിന്നപ്പം CPM-നെ സംബന്ധിച്ചിടത്തോളം പണ്ട് മാധവൻകുട്ടിയെ നിർത്തി പരീക്ഷ നടത്തിയതാണ് കോലിബി സഖ്യം TK-MCക്കെതിരെ അറിയാമല്ലോ. പിന്നെ മാധവൻകുട്ടി അവിടെ നിർത്തി രത്നസിംഗിനെ വടകര ലോക്സഭയിൽ ഇട്ട് നിർത്തിയിട്ടുള്ളതാണ്. പിന്നെ മറ്റേ ഇയാൾക്കെതിരെ നമ്മളെ KP ഉണ്ണികൃഷ്ണനെതിരെ. പിന്നെ അയാൾ പിന്നെ കോൺഗ്രസിൽ പോയിട്ട് പിന്നെ അഡ്രസ്സ് ഒന്നും ഇല്ല കേട്ടോ. മരിച്ചോ? കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ് VP സിംഗിൻ്റെ പേര്. അപ്പം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അപ്പം പിന്നെ ബേപ്പൂരിൽ PV അൻവർ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം വർഗവഞ്ചകൻ എന്നൊരു സാധനം CPM-കാർ ടോളറേറ്റ് ചെയ്യത്തില്ല. CPM-ന്റെ പിന്നെ അവർ വേണമെങ്കിൽ നാളെ പിണറായി വിജയനെ തോപ്പിക്കും, അവർ പിന്നെ MP ഗോവിന്ദ മാഷെ തോപ്പിക്കും, MA ബേബിയെ തോപ്പിക്കും, അവർക്കൊക്കെ എതിരെ വോട്ട് ചെയ്യും, തോപ്പിക്കും. പക്ഷേ CPM-ന് പണി വെച്ചിട്ട് പോയ ഒരുത്തനാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാലും കുത്തത്തില്ല. അതുകൊണ്ടാണ് PV അൻവർ തോറ്റുപോയത്. PV അൻവറിന് സഖാക്കളുടെ മൈൻഡ് റീഡിങ്ങിനകത്ത് PV അൻവർ പരാജയപ്പെട്ടു പോയി. അതെനിക്ക് തോന്നുന്നു PV അൻവർ അല്ല, PV അൻവറിൻ്റെ ബുദ്ധി കേന്ദ്രമായിരുന്നത് ഒരാൾ സലീഷ് എന്ന് പറയുന്ന പത്തനംതിട്ടയുള്ള പയ്യനായിരുന്നു. അവൻ അൻവറിൻ്റെ ക്യാമ്പിൽ നിന്ന് അൻവർ കാരണം വെച്ചാൽ അവൻ്റെ അച്ഛൻ മരിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവനെ വിളിച്ച് തന്തയ്ക്ക് വിളിച്ചു. പിന്നെ അവൻ കൂടെ നിൽക്കുമോ? അത്രയും കപ്പാസിറ്റിയുള്ള ചെറുപ്പക്കാരനാണ് അവൻ. 5 പൈസ പിന്നെ പുള്ളിയുടെ അടുത്ത് പിന്നെ പ്രതിഫലം മേടിക്കാതെ പിന്നെ തിരുവനന്തപുരത്ത് MLA ഹോസ്റ്റലിലിരുന്ന് കാര്യങ്ങൾ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാൻ സിബിക്ക് അവനെ പരിചയപ്പെടുത്തി. അപ്പോൾ അത്രയും മിടുക്കനായ ടാലൻ്റായിട്ടുള്ള പയ്യനാണ്. അവനെയൊക്കെ കൂടെ കൂട്ടുണ്ടാവും. പൊന്നാനി ഇലക്ഷൻ്റെ സമയത്തൊക്കെ ഇവർ ചെയ്തിട്ടുള്ള പരിപാടി എന്തൊക്കെയാണെന്നറിയോ? പൊന്നാനി ഇലക്ഷൻ്റെ സമയത്ത് മിമിക്രി താരങ്ങളെ വെച്ചിട്ട് വിളിപ്പിക്കുക, ഓരോ വോട്ടറെയും വിളിപ്പിച്ചിട്ട് അൻവറിൻ്റെ അതേ സ്വരത്തിൽ അൻവർ വിളിക്കുന്ന പോലെ വിളിക്കുക. അത്ര കണ്ട് വലിയ പ്ലാനിങ് നടത്തിയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ വോട്ടർക്ക് സന്തോഷമല്ലേ, ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി വിളിക്കുക നേരിട്ട്, ആ രീതിയിലുള്ള ഓപ്പറേഷൻ നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. മറ്റൊന്ന് സജീവ്, അദ്ദേഹത്തിൻ്റെ പിന്നെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന സജീവ്. ആ MLA ഓഫീസിലെ ഒരു കാര്യങ്ങളും ഒരു ബുദ്ധിമുട്ടുകളും PV അൻവർ അറിഞ്ഞിട്ടില്ല. 9 വർഷവും ആ MLA ഓഫീസിലെ ഒരു കാര്യങ്ങളും PV അൻവർ അറിഞ്ഞിട്ടില്ല. വല്ല ചെക്ക് ഒപ്പിടാനുണ്ടെങ്കിൽ പോലും അതുപോലും പുള്ളി ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുക്കുമായിരുന്നു പലതും. കാരണം സജീവിനെ വിശ്വാസമായിരുന്നു, സജീവിനെ 100% വിശ്വാസമായിരുന്നു. സജീവ് ആ വിശ്വസ്തത വെച്ച് പുലർത്തിയിട്ടുണ്ട്. സജീവനവിടെ MLA ഓഫീസ് പിന്നെ PV അൻവർ തിരിഞ്ഞു നോക്കാത്തൊരു MLA ഓഫീസിനകത്ത് നിന്നുകൊണ്ട് സജീവൻ എന്തെല്ലാം ഏർപ്പാട് ചെയ്യാമായിരുന്നു. കാരണം എനിക്ക് സജീവൻ അത്രയും കൃത്യമായിട്ട് അറിയാവുന്ന, വർഷങ്ങളുടെ പരിചയമുള്ളതാണ്. പിന്നെ ക്യാമ്പസ് കാലഘട്ടം തൊട്ട് എൻ്റെ സൂപ്പർ സീനിയറായിരുന്ന സജീവനെ ചേർത്ത് നിർത്തിയില്ല. ഞാൻ അവസാന ഘട്ടത്തിലും PV അൻവറിനോട് പറഞ്ഞതാണ്, സ്വതന്ത്രനായിട്ട് നിൽക്കുമ്പം സജീവനെ കൂട്ടിപ്പിടിക്കണം. സജീവൻ അപ്പുറത്ത് ഓഫർ ഉണ്ടായിരുന്ന സജീവ്, പക്ഷേ എവിടെയും പോയില്ല, ഒന്നിനും പോയില്ല. സജീവ് സൈലൻ്റ് ആയിട്ടിരുന്നു. അപ്പം അവിടെ അത് നിലമ്പൂരെ കാര്യം. ബേപ്പൂരെത്തിയപ്പോഴത്തേക്ക് പുള്ളി പിന്നെ പുള്ളിയുടെ ഒരു ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്ന സിയാദ് എന്ന് പറയും, ഒരു പൂക്കോട്ടുംപാടത്തുള്ള സിയാദ് മിടുക്കനാണ്. വളരെ പിന്നെ ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്ന നല്ല അക്കാദമിക് പശ്ചാത്തലമുള്ള ആളാണ്. നല്ല പൊളിറ്റിക്കൽ സെൻസുകളൊക്കെ ഉണ്ട്. പക്ഷേ ബേപ്പൂരിൻ്റെ പൾസ് മനസ്സിലാക്കുന്നതിലും കമ്മ്യൂണിസ്റ്റുകാരുടെ മാനസിക വ്യാപാരങ്ങൾ മനസ്സിലാക്കുന്നതിലും ഇവർക്കെല്ലാം പിഴവാ. കാരണം ഇവർ വന്ന വഴി ഏതാ? പിന്നെ PV അൻവറിന് കൺസിസ്റ്റൻസി ഇല്ല. PV അൻവർ പിന്നെ ആദ്യം കോൺഗ്രസ്സിലായിരുന്നു, യൂത്ത് കോൺഗ്രസ്സിൽ കൂടെ അങ്ങനെ വന്നു, മുരളീധരൻ്റെ ആളായിരുന്നു, അങ്ങനെയൊക്കെയായിരുന്നു. PV അൻവറിൻ്റെ വാപ്പ ACC മെമ്പറായിരുന്നു, എടവണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. പുള്ളിക്ക് ശേഷം പിന്നെ അവിടെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടില്ല, ലീഗിൻ്റെ പ്രസിഡൻ്റേ ഉള്ളൂ അവിടെ ഇപ്പോൾ ഇക്കാലം വരെയും. PK ബഷീറിൻ്റെ ഇപ്പോഴത്തെ മന്ത്രി PK ബഷീറിൻ്റെ പഞ്ചായത്താണ് എടവണ്ണ പഞ്ചായത്ത്. പിന്നെ കോൺഗ്രസിൽ നിന്ന് DIC ഉണ്ടാക്കിയപ്പോൾ DIC പോയി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ തുടങ്ങി, എറണാകുളം പിന്നെ വയനാട്ടിലും ഒക്കെ. അത് കഴിഞ്ഞിട്ട് CPM-ആയിട്ട് അസോസിയേറ്റ് ചെയ്തു. അപ്പോൾ സഖാക്കൾക്ക് ആവേശം കൂടി. പിന്നെ നിലമ്പൂരിൻ്റെ വിപ്ലവ സിംഹം, നിലമ്പൂരിൽ അതായത് EMS-നേക്കാളും സഖാവ് കുഞ്ഞാലിയേക്കാളും വലിയ ആളായി. ഇവരങ്ങ് എല്ലായിടത്തും ഫ്ലെക്സ് വെക്കാൻ തുടങ്ങി. ജനനായകൻ സഖാവ് PV അൻവർ. ഇന്നലെ കയറി വന്നോനെയൊന്നും സഖാവെന്ന് വിളിക്കാൻ പാടില്ല. സഖാവെ എന്നൊക്കെയുള്ള വാക്കിന് അർത്ഥമുണ്ട്. അത് നിലമ്പൂരെ CPM-കാർക്ക് കിട്ടിയ അടിയിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. മലപ്പുറം ജില്ലയുടെ CPM-ന് കിട്ടിയാലും. വിജയരാഘവൻ എത്ര പൈസ കൊടുത്തു എന്നുള്ളത് എനിക്കറിയത്തില്ല. സീറ്റ് ആദ്യം 2016 ഒപ്പിച്ചപ്പോൾ 2021 പൈസ ഒന്നും കൊടുത്തില്ല. 2021 തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് പുള്ളി CRL ലിയോണിൽ സ്വർണം കുടിച്ചെടുക്കാൻ പോയി. അതും സ്വർണം കുടിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. ഈ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്യുപ്മെൻറ്റും ഇല്ല അവിടെ CRL ലിയോണിൽ. കപ്പയ്ക്ക് കളിക്കുന്ന പോലെ അല്ലെങ്കിൽ റബ്ബർ കൂടി കുഴിക്കുന്ന പോലെ തൂമ്പ എടുത്തിട്ടാണ് കളിക്കുന്നത്. സ്വർണം കുഴിച്ചെടുക്കുക. മൈനിങ് നടത്തുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സ് വേണ്ടേ? ഇത് എത്ര പിന്നെ മീറ്റർ അടിയിലായിരിക്കും കിടക്കുന്നത്? നമ്മുടെ ഇവിടുത്തെ പോലെയുള്ള പിന്നെ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ എന്നുള്ള സംഭവമാണല്ലോ ആവശ്യമില്ല. പക്ഷേ ഇനിയിപ്പോൾ 100 മീറ്റർ ആണെന്നുണ്ടെങ്കിലും ഈ തൂമ്പായി ഇത് വെച്ചിട്ട് കിണർ കുടിക്കുന്ന പോലെ ഒന്നും കുടിച്ചുകൊണ്ടിരിക്കുക എന്നുണ്ടെങ്കിൽ ഉണ്ടാവും. ഇത് എക്കണോമിക്കലല്ല. അവിടെ പിന്നെ മാൻപവറിന് പൈസ കുറവായിരിക്കും. പിന്നെ അവിടെ നിന്ന് പിന്നെ പുള്ളിക്ക് അവിടെ നിന്ന് പിന്നെ സുഖമില്ലാതായി. പിന്നെ പുള്ളി മോനെ കൊണ്ടേ കുറച്ച് ഏൽപ്പിച്ചു ഒക്കെ ആയി. പുള്ളി ആ സമയത്തും കരുതി ഫണ്ട് റേസിംഗ് ആണ് ഉദ്ദേശിച്ചത്. കാരണം ഇങ്ങനൊരു വലിയ പ്രൊജക്റ്റാണ്, കോടികളുടെ ഏർപ്പാടാണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ളൊരു സാധനം. മാത്രമല്ല അവിടെ നിന്ന് കുറച്ച് സ്വർണ്ണമൊക്കെ കിട്ടിയത്, അത് ഇപ്പോൾ ഈ ചാലിയാർപ്പടയിലൊക്കെ കിട്ടുന്ന പോലെ കുറച്ച് സ്വർണ്ണം കിട്ടിയത്
ദുബായ് വഴി കേരളത്തിലേക്ക് കടത്താനുള്ള ശ്രമം നടത്തി. അതാണ് അജിത് കുമാറിനോടും സുജിത് ദാസിനോടുള്ള ദേഷ്യം. ഇവർ അവിടെ എയർപോർട്ടിൽ നിന്ന് സംഭവം കാശ് കൊടുത്തിട്ടും കസ്റ്റംസിനെ മറ്റവരെയൊക്കെ സ്വാധീനിച്ച് പുറത്ത് കടന്നാലും പുറത്തിറങ്ങി കഴിയുമ്പോൾ പിടിക്കുക. അതാണ് ഈ തില്ലങ്കേരിക്ക് ഇവർക്കൊക്കെയുള്ള കുഴപ്പങ്ങൾ അത് തന്നെയാണ്, ഇവർക്കൊക്കെയുള്ള പ്രശ്നം. കാരണം സുജിത് ദാസ് SP ആയിരുന്നു. അപ്പോൾ സുജിത് ദാസ് വളരെ കൃത്യമായിട്ട് സ്വർണ്ണവേട്ട അങ്ങ് തുടങ്ങി. അപ്പോൾ പുള്ളി സുജിത് ദാസിനെ മാറ്റണമെന്നായി, ADGP മാറ്റണമെന്നായി. അപ്പോൾ പത്രസമ്മേളനം നടത്തുമ്പോഴും പുള്ളി എന്താ പറഞ്ഞത്? പുള്ളി പത്രസമ്മേളനം നടത്തിയിട്ട് പിന്നെ ADGP MR അജിത് കുമാറിനെതിരെ പിന്നെ സംസാരിക്കുമ്പോഴും പറഞ്ഞത്, പിണറായി എനിക്ക് എൻ്റെ വാപ്പാനെ പോലെയാണ്, എനിക്ക് പുതുതുല്യാണെന്ന് പറഞ്ഞാൽ വാപ്പാനെ പോലെയാണെന്നാണ് പറഞ്ഞത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വാപ്പയുടെ വാപ്പയ്ക്ക് വിളിക്കാൻ തുടങ്ങി. അതുവരെ വാപ്പയാന്ന് പറഞ്ഞു, പിന്നെ വാപ്പയുടെ വാപ്പയ്ക്ക് വിളിക്കാൻ തുടങ്ങി. പിണറായിസം മരുമോനിസം. പിന്നെ സതീഷിനെ കുറിച്ച് പറയുമ്പോൾ മുക്കാൽ പിണറായി എന്ന് പറഞ്ഞു. ഇതും പറഞ്ഞെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് പുള്ളി പോകുന്നത് എങ്ങോട്ടാ? അതിനിടയ്ക്ക് പുള്ളി ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞപ്പോൾ പുള്ളി നേരെ DMK ചേരാനുള്ള പരിപാടി നോക്കി. കോൺഗ്രസിലോ ലീഗിലോ ചേർന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് അറിയാതെ പണിയാണെന്ന്. കാരണം പുള്ളിക്ക് സ്വതന്ത്രമായി തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. പുള്ളി അഥവാ നിയമസഭയിലോട്ട് ജയിച്ചു വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് പിന്നെ വിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ വോട്ട് ചെയ്യേണ്ടി വരും, വിളച്ചിന് നടക്കത്തില്ല. അല്ലെങ്കിൽ പിന്നെ രാജിവെക്കണം. പിന്നെ ഒരു പ്രാവശ്യം കൂടെ രാജിവെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും ജയിക്കത്തുമില്ല. അപ്പോൾ പുള്ളി എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ സ്വന്തമായൊരു പിന്നെ രീതിയിൽ വേറെ അധികം നേതാക്കന്മാരില്ലാത്ത, അധികം കക്ഷികൾ, അധികം അംഗങ്ങൾ നിയമസഭയിലില്ലാത്ത, പറ്റിയാൽ ഏകകക്ഷി ഒറ്റ MLA ആയിട്ട് വരിക. ഒറ്റ MLA 2 MLA ആണെങ്കിൽ പോലും പ്രശ്നമാണ്. കൂടെ നിൽക്കുന്നവൻ കാല് മാറിക്കഴിഞ്ഞാലും അവനും കൂറുമാറ്റം വരത്തില്ല, ഇങ്ങേർക്കും കൂറുമാറ്റം വരത്തില്ല, ബാർഗൈനിങ് നടക്കത്തില്ല. ഒറ്റ MLA ആയിട്ട് വരിക. ഒരു 71-69 അല്ലെങ്കിൽ ഒരു 72-68 നിയമസഭ വരിക. അങ്ങനെ വന്നാൽ പുള്ളിക്ക് മന്ത്രിയാവാം ഉറപ്പായിട്ടും. ആഭ്യന്തരം കിട്ടിയില്ലെങ്കിലും വനം വകുപ്പ് എന്തായാലും കിട്ടും. വനത്തോട് പുള്ളിക്ക് പ്രത്യേക താല്പര്യമാണ്. പിന്നെ AK ശശീന്ദ്രൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വനത്തോട് പ്രത്യേക താല്പര്യം. അപ്പം പുള്ളി കരുതി വനം വകുപ്പ് അങ്ങനെ കിട്ടാം. വനം വകുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ വനം വകുപ്പിൻ്റെ രുചി എന്താണെന്ന് നന്നായിട്ട് പുള്ളി അനുഭവിച്ചറിഞ്ഞതുമാണ്. നല്ലപോലെ രുചിച്ചതാണ്. കാരണം K. സുധാകരൻ വനം വകുപ്പ് മന്ത്രിയാകുമ്പം 4 ഗ്രൂപ്പ് ഉണ്ടാകുന്ന സമയത്ത്, വയലാർ രവി ഗ്രൂപ്പ് ഉണ്ടാകുന്ന സമയത്ത് നിലമ്പൂർ കാടുകൾ ഭരിക്കാൻ പിന്നെ അതിൻ്റെ വനസംരക്ഷണ സമിതി എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലൊരു അതോറിറ്റി ഉണ്ടാക്കിയിട്ട് മൊത്തം ചുമതല പുള്ളിയായിരുന്നു. ലേലവും പുള്ളി, വെട്ടലും പുള്ളി, കാര്യങ്ങളും എല്ലാം പുള്ളി, ഒക്കെ പുള്ളിയായിരുന്നു. അപ്പോൾ പുള്ളി നിലമ്പൂർ കാട് അങ്ങ് പിന്നെ ഭരിക്കാം എന്നുള്ളതായിരുന്നു. കാരണം വീരപ്പൻ എന്തായാലും ചത്തുപോയി. പിന്നെ ഇപ്പം നിലമ്പൂർ കാടങ്ങ് ഭരിക്കുക, ആനയെ പിടിക്കണമെന്നൊന്നും പുള്ളിക്ക് ആഗ്രഹമൊന്നുമില്ല. പുള്ളിക്ക് അവിടുത്തെ തേക്കും ഇതുമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് പുള്ളി കണക്കൂട്ടിയത്. ഇത് പൊളിഞ്ഞു പോയി. പുള്ളി പിന്നെ DMK പോയി ചേരാൻ നോക്കി. DMK പോയി ചേരാൻ ചെന്നൈയിലോട്ട് ചെന്നപ്പോഴത്തേക്ക് ഇവിടുന്ന് നേരെ വിളി ചെന്നു അങ്ങോട്ട്. ഇവിടുന്ന് നേരെ വിളി ചെന്നെന്ന് പറഞ്ഞാൽ അത്ര സ്റ്റാലിനുമായിട്ടും ജയലളിതയുമായിട്ടും ബന്ധമുണ്ടായിരുന്നു. അത്രയും വമ്പൻ പുലിയാണ് വിളിച്ചതെന്നുള്ളത് എനിക്കിത് വ്യക്തിപരമായിട്ട് ബന്ധമുള്ള ആളാണ്. അൻവർക്കും അത് അറിയാം, ആ വഴിക്ക് തന്നെ ബ്ലോക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത്. അതിനു പുറമെ പിന്നെ സ്റ്റാലിൻ പിന്നെ പിണറായിയോട് ചോദിക്കാതെ അന്ന് ആരെയും കൂട്ടുമോ? അന്ന് അവർ തമ്മിൽ പിന്നെ ചക്കര ഈച്ചയായിട്ട് നിൽക്കുന്ന സമയമാണ്, നല്ല അടുപ്പത്തിൽ നിൽക്കുന്ന സമയമാണ്. ഇപ്പോഴും അവർ തമ്മിലുള്ള അടുപ്പത്തിൽ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. രണ്ടുപേരും ഒന്നും രാത്രി വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ വിളിച്ച് കരയുന്നുണ്ടായിരിക്കും. രണ്ടുപേരും ഇപ്പോൾ CM അല്ലാതിരിക്കുക. അപ്പം പിന്നെ അത് കാണുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ TMC പോയി എല്ലാ പരിപാടികളും എല്ലാം സെറ്റ് ചെയ്ത് വന്നതാണ്. അവരടുത്ത് ആദ്യം തന്നെ ചോദിച്ചപ്പോൾ അവർ 25 ലക്ഷം കൊടുത്തുള്ളൂ. ആദ്യം തന്നെ ചോദിക്കുന്നത് 50 CR ചോദിക്കുന്നത്. 50 CR ഇനിഷ്യൽ സ്റ്റേജിൽ ചോദിക്കുന്നത്. 25 ലക്ഷം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് ഇതിൻ്റെ അഡ്രസ്സ് എന്താണെന്നുള്ളത് നോക്കുന്നത്. അപ്പോൾ മലയാളിയായിട്ടുള്ള ശിവദാസ് അവരുടെ ദേശീയ സെക്രട്ടറിയാണ്. ശിവദാസ് അവിടെ MLC ആയിരുന്നു തോന്നുന്നു. പിന്നെ DMKയുടെ സ്റ്റാലിൻ്റെ ആയിട്ടുള്ള ലിങ്ക് പൊളിച്ച അതേ വ്യക്തി തന്നെ ശിവദാസുമായിട്ട് നല്ല ബന്ധമാണ്. പിന്നെ ശിവദാസുമായിട്ട് എന്നെ ലിങ്ക് ചെയ്യുന്ന പുള്ളിയാണ്. ഈ ശിവദാസേട്ടനെ മുഖേന അതും അങ്ങ് പൊളിച്ചു കൊടുത്തു. അപ്പോൾ TMC ഇല്ല. പിന്നെ ഞാനിനി ഇല്ല കേട്ടോ, ഞാനിനി UDFിലേക്ക് വരുന്നേ ഇല്ല. സതീശൻ മാറാതെ ഞാൻ UDFിലേക്കില്ല എന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞതാണ് പുള്ളി മാധ്യമങ്ങളുടെ മുമ്പിൽ. അത് കഴിഞ്ഞിട്ട് സതീശനെ കെട്ടിപ്പിടിക്കുന്നു. പിന്നെ പറയുക, എന്നെ അസോസിയേറ്റ് മെമ്പറായിട്ടെങ്കിലും പരിഗണിച്ചുകൂടെ എന്ന് ചോദിച്ചു. എന്നെ മുന്നണിയിൽ എടുത്തിട്ടില്ലെങ്കിൽ. ഇതെന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ കിളി പാറി നിൽക്കുക എന്നുള്ളതാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ കാണുന്ന ഡോക്ടറെങ്കിലും കാണണം. പിന്നെ ഞാൻ കണ്ടിരുന്ന പല ഡോക്ടർമാരുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും മികച്ച ഡോക്ടർ എനിക്ക് കണ്ടതിൽ ഇഷ്ടപ്പെട്ട ഡോക്ടർ റസാഖ് ഡോക്ടറാണ്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പുള്ളിയുള്ളത്. പുള്ളിയെങ്കിലും കാണണം. ഞാൻ പറയുന്നത്, അതായത് നമുക്കൊരു പനി വരുന്ന പോലെ, നമുക്കൊരു പിന്നെ ജലദോഷം വരുന്ന പോലെ, നമുക്കൊരു തലവേദന വരുന്ന പോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിന് വരുന്ന പോലെ തന്നെയാണ് ചില സമയത്ത് നമ്മുടെ മനസ്സിന് വരുന്നത്. അതിനെ നമ്മൾ വളരെ നിസ്സാരമായിട്ട് കണ്ടാൽ മതി. അതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി. ഉറക്കം ശരിയാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഉറക്കം ശരിയായാൽ ബാക്കിയെല്ലാം ശരിയാകും. ഉറക്കവും സ്റ്റൊമക്കും, അത് രണ്ടും, സ്റ്റൊമക്ക് അപ്സെറ്റ് ആയി കഴിഞ്ഞാൽ മൊത്തത്തിൽ ബാധിക്കും. ഉറക്കവും പിന്നെ നമ്മളെ മോഷനും കൃത്യമാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫിസിക്കലി ഉണ്ടാകുന്ന പിന്നെ ബാക്കി പ്രശ്നങ്ങൾ, ബുദ്ധിപരമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാവും. അതേപോലെ തന്നെ ഞാൻ മത്സരത്തിനില്ല, എൻ്റെ അടുത്ത് 1 രൂപ എടുക്കാനില്ല, ഞാൻ മത്സരത്തിനില്ലാതെ പത്രസമ്മേളനം
പിന്നെ നടത്തി പറഞ്ഞു ഏതാ സമയത്തുള്ള നോമിനേഷൻ ഫില്ല് ചെയ്തിരിക്കുക. പിറ്റേന്ന് നോമിനേഷൻ കൊടുക്കാനുള്ള ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. അതെല്ലാം എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ തോറ്റാൽ ഞാൻ മുട്ടയടിച്ച് കമ്മലിട്ട് നടക്കുമെന്ന് പറഞ്ഞു. കമ്മലിട്ട് നിന്നിരാന്ന് എനിക്കറിയത്തില്ല. വേനൽക്കാലത്ത് മുട്ടയടിക്കുന്നത് നല്ലതായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ പറയാ ഞാൻ വെല്ലുവിളിച്ചിട്ട് റിയാസ് ഏറ്റെടുത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അതായത് പറഞ്ഞ ഒരുള്ള കാര്യങ്ങൾക്കകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ കൂടെയുള്ളവരുടെ കൂടെ വിശ്വസ്തരാണ്, കൂടെയുള്ളവർ അദ്ദേഹത്തിന് വേണ്ടി കൊല്ലാനും തയ്യാറാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്നെ വരെ ഹഗ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ പിരിയുന്ന ദിവസം ഹഗ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞത് പിന്നെ ഇത് നമ്മളെ ജീവിതാവസാനം വരെ ബന്ധം നിലനിർത്തണം എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ എൻ്റെ മനസ്സിനകത്ത് നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സിവിയുടെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പുള്ളിക്കെതിരെ പറയുമ്പോൾ ചെറിയൊരു മനസാക്ഷി കുത്ത് എനിക്ക് ഉണ്ടാവാറുണ്ട്. പുള്ളിക്കതില്ല കേട്ടോ, പുള്ളിക്കാവുന്നുമില്ല. പുള്ളി പിന്നെ എന്തും പണിക്ക് ചെയ്ത് കളയും. പക്ഷേ പുള്ളിക്ക് വേണ്ടി കൊല്ലാനും ചാവാനും തയ്യാറായ ആൾക്കാർ ആണ് പുള്ളിയുടെ കൂടെയുള്ളവർ, അത്രയും കൊണ്ടു കിടക്കുന്നത്. പുള്ളി TMCക്ക് കൊടുത്ത കത്തിനകത്ത് എന്തൊക്കെ എഴുതിയേക്കുന്നത്? TMCക്ക് കൊടുത്ത കത്തിനകത്ത് പിന്നെ ഐഷ പൂറ്റി എൻ്റെ കൂടെ വരും, G സുധാകരൻ ഏത് പ്രാവശ്യം മന്ത്രിയായിരുന്ന ആൾ, CPM മുതിർന്ന നേതാവ്, PK ശശി എൻ്റെ കൂടെ വരും, പിന്നെ ഗോവിന്ദൻ വരും, കുഞ്ഞികൃഷ്ണൻ വരും, പ്രതിഭ വരും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അതിനകത്ത് ലിസ്റ്റിനകത്ത് കുറച്ച് പേരെ വിട്ടുപോയി. അതാണ് പ്രശ്നം പറ്റിപ്പോയത്. ഇവരെല്ലാം പേരെഴുതിയത് ഓക്കെ, ഐഷാപ്പറ്റി, ശശി, പിന്നെ PK ശശി, ഗോവിന്ദൻ പിന്നെ ഒക്കെ പറഞ്ഞിട്ട് പിണറായിയും ഗോവിന്ദൻ മാഷൻ പിന്നെ എഴുതി കഴിഞ്ഞാൽ വിശ്വസിക്കത്തില്ല. പക്ഷെ പുള്ളിക്ക് പറയാമായിരുന്ന 2 പേരും കൂടിയുണ്ട് ഇപ്പം ചിത്രത്തിലൊന്നും ഇല്ലാത്ത. മുൻ മന്ത്രി PK ഗുരുദാസൻ, മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി, ഇവരൊക്കെ വരും. അതേപോലെ തന്നെ ബംഗാളിൽ നിന്ന് ഞാൻ വിമൻ ബസുവിനെ പിടിച്ചു തരാം, മുഹമ്മദ് സലീമിനെ പിടിച്ചു തരാം, ഏതാ അവിടുത്തെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ വേണമെങ്കിൽ എനിക്ക് സുവേന്ദു അധികാരിയുമായിട്ട് ചെറിയ കണക്ഷനുണ്ട്, സുവേന്ദു അധികാരിയെ തിരിച്ച് TMCയിലേക്ക് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് എഴുതാതിരുന്ന എന്തായാലും ഭാഗ്യം. ഇല്ലെങ്കിൽ ചിലപ്പം വേണമെങ്കിൽ അതിനുള്ള കോമൺ സെൻസ് പിന്നെ സിയാദിന് പോയി, സിയാദ് ഡ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. ഇല്ലെങ്കിൽ അതും കൂടെ എഴുതിയാനെ സുവേന്ദു അധികാരിയെ തിരിച്ചു കൊണ്ടുവരാം, മറ്റവരെ തിരിച്ചു കൊണ്ടുവരാം, വേണമെങ്കിൽ നരേന്ദ്രമോദിയെ പിടിച്ചുകൊണ്ടുവരാമെന്ന് പറയുമായിരുന്നു. അപ്പം ഇതിനകത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ പുള്ളി ഇപ്പം നിൽക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ പൃഷ്ഠം പുള്ളി ഇരിക്കാൻ വയ്യ. പിന്നെ വേണമെങ്കിൽ വല്ല തുണിയൊക്കെ വെച്ചിട്ട് കൊച്ചു പിള്ളേരെ കിടത്തുന്ന പോലെ കിടന്നു വരണം. അതിന് പറ്റിയ ഒരു ഇന്നോവ കാറ് കൊടുക്കണം. അതിൻ്റെ മുമ്പിൽ പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ബോർഡ് വേണം. അതെന്തെങ്കിലും മതി. അതുമല്ല പാറ്റ ഗവേഷണ കേന്ദ്രമെന്നോ പൂച്ച ഗവേഷണ കേന്ദ്രമെന്നോ അത് പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും മതി. അല്ലെങ്കിൽ തൊട്ടാവാടി വികസന കേന്ദ്രമെന്നോ എന്തെങ്കിലും ഒരു സാധനം, ഡയറക്ടർ ബോർഡെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ബോർഡോ കോർപ്പറേഷനോ ഉണ്ടാക്കിയിട്ട് പുള്ളിക്ക് കിട്ടാതെ, ഇല്ലെങ്കിൽ പുള്ളി എങ്ങാനും ഇന്ദിരാഭവൻ്റെ മുമ്പിൽ പോയിട്ട് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെള്ളത്തിലാവും. അതില്ലാതെ അവർ നോക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. പുള്ളിയുടെ ഫ്ലാറ്റ് പ്രൊജക്റ്റ് സ്വത്ത് മുഴുവൻ, അസറ്റ് മുഴുവൻ അറ്റാച്ച്ഡാണ്. ഫ്ലാറ്റ് പ്രൊജക്റ്റിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ പോകുന്നുണ്ട്. അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർ മുഴുവൻ സംഘടിച്ചുകൊണ്ടിരിക്കും എന്നുള്ള വിവരമാണ് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. പുള്ളി അപകടകരമായ ഒരു ഡേഞ്ചർ സോണിലേക്ക് പോവുകയാണ്. ആ സമയത്ത് മനുഷ്യൻ്റെ മനസ്സൊരു നിമിഷം പാടിക്കഴിഞ്ഞാൽ പലതും ചെയ്തു പോകും, എല്ലാം നഷ്ടപ്പെട്ടു തോന്നുമ്പം. അതുകൊണ്ട് കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ പിന്നെ ആവശ്യം പരിഗണിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കാറും അതിനെ ഒരു ഡ്രൈവറും ഇച്ചിരി എണ്ണയടിച്ച് കൊടുത്താൽ പോലെ അത് കൊടുത്തിട്ട് അങ്ങ് സബൂറാക്കി അങ്ങ് പറഞ്ഞയക്കണം എന്നുള്ളത് എൻ്റെ അഭിപ്രായം. എന്തായാലും അവരൊരു അസോസിയേറ്റ് മെമ്പറാണ്. അതുകൊണ്ട് പിന്നെ കൺമുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു യാചകനായി, ഒരു ഭിക്ഷക്കാരനെ പോലെ വന്നു നിൽക്കുകയാണ്. ആ യാചകൻ്റെ മിഴികളിലെ യാതനകൾ തിരിച്ചറിയാനുള്ള കാരുണ്യവും മനസ്സരിവും UDF ഉണ്ടാവണമെന്ന് എനിക്ക് പറയാനുള്ളത്.